നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ സിൽവാസിന്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ സെയിം പാറ്റേൺ കണ്ടിരുന്നു. അതിന്റെ റീസ്റ്റോക്ക് ആണിത്. നമുക്ക് ഇതിന്റെ കളേഴ്സ് വന്നേക്കുന്ന യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ലാവൻഡർ കളർ, അതുപോലെ തന്നെ ബ്ലൂവും പിന്നെ റെഡ് ഷെയ്ഡും ആണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. യെല്ലോയിൽ വൈറ്റ് കളറുള്ള പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാൻഡ് കാന്ത എംബ്രോയിഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. അതിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇതാണ് ടോപ്പിന്റെ പാറ്റേൺ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ദുപ്പട്ടയാണ്, നല്ല രസമായിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട. രണ്ട് സൈഡിലും ക്രോഷ്യോയുടെ ലേസ് കൊടുത്തേക്കാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. ക്രോഷ്യോ ലേസും കോട്ടൺ ഫാബ്രിക്കും പിന്നെ നമുക്ക് സൈഡിലൊരു ബോർഡർ ആയിട്ട് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. പാറ്റേൺ നമുക്ക് ലാവൻഡർ ടോണിലാണ് വരുന്നത്. ലൈറ്റ് ലാവൻഡറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലൂ കളറുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും സെയിം തന്നെ വന്നിട്ട് അതിൽ ഫുൾ ആയിട്ട് പ്രിന്റും ക്രോഷ്യോ വർക്കും ആണ് വരുന്നത്. ബ്രഷ് പെയിന്റ് ആണ് ദുപ്പട്ടയുടെ ഉള്ളിലേക്ക് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ സെയിം വൈറ്റ് കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ നമുക്ക് വന്നേക്കുന്നത് ബ്ലൂ ഷെയ്ഡിലാണ്. ബ്ലൂ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ എംബ്രോയിഡറി വന്നേക്കുന്നത് റെഡ് കളറുള്ള എംബ്രോയിഡറിയും സ്വീക്വൻസ് വർക്കും കൊടുത്തേക്കുന്നത്. ബാക്കി നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. കളറിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതിന്റെ എംബ്രോയിഡറി ഓരോന്നിലും ഓരോ കളറാണ്. ഇതിൽ നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. പ്ലെയിൻ കോട്ടൺ ബോട്ടം ഷിഫോൺ ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്.